ദീർഘകാലം ജോലി ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രവാസി മലയാളികൾക്കും വിരമിച്ച ശേഷം ഇന്ത്യയിൽ താമസിക്കാൻ പദ്ധതിയിടുന്ന യുഎസ് പൗരന്മാർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും അത്യന്തം പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അമേരിക്കൻ സോഷ്യൽ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് സോഷ്യൽ സെക്യൂരിറ്റി നികുതി അഥവാ FICA നികുതി അടച്ചവർക്ക് വിരമിച്ച ശേഷം ലഭിക്കുന്ന സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് ബെനിഫിറ്റുകൾ ഇന്ത്യയിൽ താമസിച്ചാലും തുടർന്ന് ലഭിക്കുമോ? ആർക്കൊക്കെയാണ് അർഹത ലഭിക്കുന്നത്? ഗ്രീൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ സെക്യൂരിറ്റി ആക്ട് കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനിടെ സോഷ്യൽ സെക്യൂരിറ്റി നികുതി അടച്ച് കുറഞ്ഞത് 40 സോഷ്യൽ സെക്യൂരിറ്റി ക്രെഡിറ്റുകൾ നേടിയിരിക്കണം. സാധാരണയായി ഇത് ഏകദേശം 10 വർഷത്തെ തൊഴിൽ എന്നതിന് തുല്യമാണ്. ഓരോ വർഷവും ലഭിക്കാവുന്ന പരമാവധി 4 ക്രെഡിറ്റുകൾക്ക് ആവശ്യമായ വരുമാന പരിധി SSA ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കുന്നതാണ്. അതിനാൽ അപേക്ഷിക്കുന്ന വർഷത്തിലെ ഔദ്യോഗിക നിരക്കുകൾ പരിശോധിക്കുന്നത് നിർബന്ധമാണ്. അടുത്തതായി വിരമിക്കൽ പ്രായത്തെക്കുറിച്ച് നോക്കാം. 1990-ലോ അതിനുശേഷമോ ജനിച്ചവരുടെ ഫുൾ റിട്ടയർമെന്റ് ഏജ് നിലവിൽ 67 വയസ്സാണ്. എന്നിരുന്നാലും 62 വയസ്സ് മുതൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാൻ നിയമപരമായി അവസരമുണ്ട്. പക്ഷേ നേരത്തെ ക്ലെയിം ചെയ്താൽ ലഭിക്കേണ്ട തുകയിൽ സ്ഥിരമായ കുറവ് വരും. മറുവശത്ത് പൂർണ്ണ വിരമിക്കൽ പ്രായത്തിന് ശേഷവും 70 വയസ്സ് വരെ ക്ലെയിം ചെയ്യാതെ കാത്തിരുന്നാൽ ഡിലേഡ് റിട്ടയർമെന്റ് ക്രെഡിറ്റ്സ് ലഭിക്കുന്നതിനാൽ പ്രതിമാസ പെൻഷൻ തുക വർദ്ധിക്കും. SSAയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് വാങ്ങുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശരാശരി പ്രതിമാസ തുക $2000-ലധികമാണ്. എന്നാൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന യഥാർത്ഥ തുക അവരുടെ വരുമാന ചരിത്രം, ജോലി ചെയ്ത വർഷങ്ങൾ, ക്ലെയിം ചെയ്യുന്ന പ്രായം എന്നിവയെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നത്. ഇനി പലരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അമേരിക്ക വിട്ട് ഇന്ത്യയിലേക്ക് സ്ഥിരതാമസമാക്കിയാൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ തുടർന്ന് ലഭിക്കുമോ? നിങ്ങൾ അമേരിക്കൻ പൗരനാണെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യത്ത് താമസിച്ചാലും സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് ബെനിഫിറ്റ് സാധാരണയായി തുടർന്നും ലഭിക്കും. എന്നാൽ അമേരിക്കൻ പൗരനല്ലാത്തവർ, പ്രത്യേകിച്ച് ഗ്രീൻ കാർഡ് ഉടമകളോ മറ്റ് ഇമിഗ്രേഷൻ സ്റ്റേറ്റസുകളിലോ ഉള്ളവർ ആണെങ്കിൽ വിദേശത്ത് താമസിക്കുമ്പോൾ ബെനിഫിറ്റ് ലഭിക്കുന്നതിന് SSAയുടെ പ്രത്യേക നിയമങ്ങൾ ബാധകമാണ്. ഇത് എല്ലാ ഗ്രീൻ കാർഡ് ഉടമകൾക്കും ഒരുപോലെ ബാധകമായ ഒരു 6 മാസ നിയമം അല്ല. നിങ്ങളുടെ പൗരത്വം, താമസിക്കുന്ന രാജ്യം, ഇമിഗ്രേഷൻ സ്റ്റേറ്റസ്, മറ്റ് ഫെഡറൽ നിയമങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് തീരുമാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് സ്ഥിരമായി മടങ്ങുന്നതിന് മുൻപ് SSAയുടെ പേയ്മെന്റ് അബ്രോഡ് സ്ക്രീനിംഗ് ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിൽ താമസിക്കുമ്പോൾ പെൻഷൻ ലഭിക്കുമോ എന്ന് നിർബന്ധമായും പരിശോധിക്കണം. പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന മറ്റൊരു പ്രധാന മാറ്റം സോഷ്യൽ സെക്യൂരിറ്റി ഫെയർനെസ് ആക്ട് ആണ്. ഈ നിയമം നിലവിൽ വന്നതോടെ WEP, GPO എന്നീ 2 പ്രധാന നിയന്ത്രണങ്ങൾ റദ്ദാക്കപ്പെട്ടു. മുൻപ് ചില സർക്കാർ പെൻഷനുകൾ ലഭിക്കുന്നവരുടെ സോഷ്യൽ സെക്യൂരിറ്റി തുകയിൽ കുറവ് വരുത്തിയിരുന്ന വ്യവസ്ഥകളാണ് ഇവ. പുതിയ നിയമത്തോടെ അർഹരായ നിരവധി വിരമിച്ചവർക്ക് കൂടുതൽ ബെനിഫിറ്റുകൾ ലഭിക്കാനുള്ള അവസരം തുറന്നിരിക്കുകയാണ്. അതേസമയം സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് ബെനിഫിറ്റും സപ്ലിമെന്റൽ സെക്യൂരിറ്റി ഇൻകവും ഒരുപോലെയല്ല എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. SSI എന്നത് കുറഞ്ഞ വരുമാനവും പരിമിതമായ സാമ്പത്തിക ശേഷിയുമുള്ളവർക്ക് നൽകുന്ന ക്ഷേമ പദ്ധതിയാണ്. സാധാരണയായി അമേരിക്കയ്ക്ക് പുറത്ത് ദീർഘകാലം താമസിച്ചവർക്ക് SSI ലഭിക്കില്ല. അതിനാൽ സോഷ്യൽ സെക്യൂരിറ്റി റിട്ടയർമെന്റ് പെൻഷനും SSIയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. പെൻഷൻ സ്വീകരിക്കുന്ന രീതിയും ഇന്ന് വളരെ സൗകര്യപ്രദമാണ്. അർഹരായവർക്ക് US-ലെ ബാങ്ക് അക്കൗണ്ടിലേക്കോ SSAയുടെ ഇന്റർനാഷണൽ ഡയറക്ട് ഡെപ്പോസിറ്റ് സൗകര്യം ലഭ്യമായ ബാങ്കുകളിലേക്കോ പെൻഷൻ സ്വീകരിക്കാൻ കഴിയും. വിദേശത്ത് താമസിക്കുന്നവർക്ക് SSA ഇടയ്ക്കിടെ അയക്കുന്ന ഫോറിൻ എൻഫോഴ്സ്മെന്റ് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ മറ്റ് സ്ഥിരീകരണ ഫോമുകൾ കൃത്യസമയത്ത് പൂരിപ്പിച്ച് തിരികെ അയക്കുന്നത് വളരെ പ്രധാനമാണ്. ഇത് ചെയ്യാത്ത പക്ഷം ബെനിഫിറ്റുകളുടെ വിതരണം താൽക്കാലികമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അവസാനമായി നികുതി സംബന്ധിച്ച കാര്യവും ശ്രദ്ധിക്കണം. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾക്ക് നികുതി ബാധകമാണോ എന്നത് നിങ്ങളുടെ താമസ രാജ്യം, നികുതി റെസിഡൻസി സ്റ്റേറ്റസ്, ഇന്ത്യ അമേരിക്ക നികുതി കരാർ എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടാം. അതിനാൽ വിരമിക്കൽ ജീവിതം പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് നികുതി വിദഗ്ധരുടെയോ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെയോ നിർദ്ദേശം തേടുന്നത് ഉചിതമാണ്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളികൾക്കും നാട്ടിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്ന കുടുംബാംഗങ്ങൾക്കും ഈ വിവരങ്ങൾ ഏറെ പ്രയോജനപ്പെടും. അതിനാൽ ഈ വീഡിയോ അവരുമായി പങ്കുവെക്കുക. അമേരിക്കൻ ഇമിഗ്രേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി, ഗ്രീൻ കാർഡ്, വിരമിക്കൽ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ ഔദ്യോഗിക അപ്ഡേറ്റുകൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.